സ്നേഹിതരെ, ഞാനിപ്പോൾ നിൽക്കുന്ന ചാരിമൂടിനടുത്താണ്. രാവിലെ ഒരു കോബ്ര, നമ്മുടെ ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുക്കുന്ന സഹോദരന്റെ കിളിക്കൂട്ടിൽ 2 കിളി ഉണ്ടായിരുന്നു അവിടെ. നിങ്ങൾ ഇത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് സർപ്പഗന്ധി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. പൊതുവെ ഒരു ധാരണയുണ്ട്, സർപ്പഗന്ധി എന്ന് പറയുന്ന ചെടി വെച്ചു കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്നുള്ളത്. എന്നാൽ കേരളത്തിന്റെ അംഗീകൃത ഒരു റെസ്ക്യൂവർ എന്നുള്ള നിലയിൽ, ഫോറസ്റ്റിന്റെ റെസ്ക്യൂവർ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, ഞാൻ ക്ലാസ് കൂടെ എടുക്കാൻ പോകുന്ന ഒരാളാകുന്നു. അതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് പറയാം, പാമ്പുകളെ അകറ്റി മാറ്റി നിർത്താൻ ഒരു സ്മെല്ലുകൾക്കോ ഇങ്ങനെയുള്ളതായ എന്തെങ്കിലും പരിപാടികൾക്കോ ഒന്നും സാധ്യമല്ല. നമ്മൾ എന്നാ പറഞ്ഞ ഗൂഗിളിലും മറ്റും എന്നാ പറഞ്ഞ ചാനലുകളിലൊക്കെ കാണാൻ തക്കൊണ്ട് ഇടയാത്തിരുന്നു. മണ്ണെണ്ണ ഒഴിച്ചാൽ മതി, വെളുത്തുള്ളി ഒഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതുവെ ഉള്ള ആൾക്കാർ. പിന്നെ തന്നെയല്ല, ഇഷ്ടം പോലെ ഏതാണ്ടൊക്കെ കെമിക്കൽ സാധനങ്ങളൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ പറ്റത്തില്ല. പാമ്പ് വരാതിരിക്കാൻ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഈ വീട്ടുകാരുടെ ശുപാർശയും കൂടെ ചെയ്യുക. ഇതുപോലുള്ള ഇപ്പൊ ഇവിടെയാണ് കൂട് സ്ഥാപിച്ചു വെച്ചിരുന്നത്. ഇവനെ കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കയറാൻ ഇഷ്ടം പോലെ സാധ്യതകൾ നമ്മളായിട്ട് തന്നെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ കിളി നഷ്ടപ്പെടുകയില്ലായിരുന്നു, ആ കിളിക്കൂട്ടിലേക്ക് അയാൾ കയറുകയില്ലായിരുന്നു. കാരണം നല്ല ഉയരത്തിലാണ് ആ കിളിക്കൂട് വെച്ചിരുന്നത്. ഭിത്തിയെ കൂടെ ഒരു പരിധി വരെ പാമ്പുകൾ കയറത്തുള്ളൂ. പക്ഷെ ഇതുണ്ടായിട്ടും, ഈ സർപ്പഗന്ധി എന്ന് പറഞ്ഞ സംഭവം ഒക്കെ ഇവിടെ വച്ചിട്ടും ഒരു കോബ്ര, ഹെവി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു മൂർഖൻ ഇവിടെ കയറി ആ 2 കിളികളെ പോലും ആക്രമിക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കി കളയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് മാറി. ഇത് തന്നെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. ഇതൊന്ന് സർപ്പഗന്ധി എന്ന് പോലെയുള്ള സാധനങ്ങളൊന്നും വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത് സ്മെല്ല് ചെയ്യുന്നത് മൂക്കി കൂടെ അല്ല, നമ്മൾ സ്മെല്ല് ചെയ്യുന്ന മൂക്കി കൂടെ ആയതുകൊണ്ടാണ് പെട്ടെന്ന് സ്മെല്ലുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇവരെ പറഞ്ഞാൽ നാക്ക് വെളിയിലേക്ക് ഇടുന്നു, അന്തരീക്ഷ തന്മാത്രകൾ അവരുടെ നാക്കിൽ പറ്റിപ്പിടിക്കുകയും ആ നാക്ക് അവരുടെ ജേക്കബ്സൺ ഓർഗനിലേക്ക് കൊണ്ടുവന്ന് മുട്ടിക്കുകയും ചെയ്യുമ്പോൾ അത് കൊടുക്കുന്ന സിഗ്നൽ മാത്രമാണ്. അപ്പൊ തന്നെ ഇത് സർപ്പഗന്ധിയാണെന്നോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയാണെന്നോ മണ്ണെണ്ണയാണെന്നോ ഡീസലാണെന്നോ തിരിച്ചറിയാൻ തക്കവണ്ണമുള്ള പര്യാപ്തമായ ഒരു ബുദ്ധിശക്തിയുള്ള ഒരു ജീവിയല്ല പാമ്പ് വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള മിഥ്യാധാരണകളിലൊന്നും കുടുങ്ങിപ്പോകരുത്. കൃത്യമായി നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കേരളത്തിന്റെ 14 ജില്ലകളിലും അവരവരുടെ പണം മുടക്കി, ഒന്നുകൂടെ പറഞ്ഞാൽ ഫോറസ്റ്റിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും ഈ റെസ്ക്യൂവേഴ്സിന് ആർക്കുമില്ല. അവരവരുടെ ജീവനെ പണയപ്പെടുത്തി അവരവരുടെ സമയവും അവരുടെ ആരോഗ്യവും അവരവരുടെ പണവും ചെലവഴിച്ചാണ് ഓടി എത്തുന്നത്. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ ഒരു പക്ഷേ അവർ സ്വീകരിച്ചെന്നിരിക്കും എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് യാതൊരുവിധമായ പ്രതിഫലച്ചകളും കൂടാതെ ജീവനെ തൃണവൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാം കൃത്യമായി അതിൻ്റെതായ നിലകളിൽ തന്നെ ചെയ്യുവാൻ സമൂഹത്തിലുള്ള ഈ വീഡിയോ കാണുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു. ഇതിനെ വെച്ചോണ്ട് എനിക്ക് മനസമാധാനത്തോടെ വരാൻ പറ്റുമോ പിള്ളേരുള്ളിടത്ത്? എന്താ പറഞ്ഞു? കണ്ടില്ലേ? മൂർക്കൻ മൂർക്കൻ. ദൈവതുല്യനായിട്ട് വന്ന ഭാഷ അതാ ദൈവതുല്യൻ. നമ്മളെന്തെങ്കിലും ചെയ്ത് തിരിച്ചു വന്ന് കയറി കഴിഞ്ഞാല് നീ മറ്റേ